ഹലോ, ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിയാ സീഡ് പുഡിങ്ങാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ മടിയുള്ള ദിവസം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്. അത്രയ്ക്ക് എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ആഡ് ചെയ്യാം. അതിലേക്ക് 1/3 കപ്പ് പാല് ചേർക്കാം. ബദാം മിൽക്കോ തേങ്ങാപ്പാലോ പശുവിൻ പാലോ ആവാം. എൻ്റെ ഇപ്പോൾ ഉണ്ടായിരുന്നത് പശുവിൻ പാലാണ്, അതുകൊണ്ട് ഞാൻ അതാണ് ചേർക്കുന്നത്. ബദാം മിൽക്ക് അല്ലെങ്കിൽ തേങ്ങാപ്പാലാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് നന്നായി സോക്കായി കിട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗിലേക്ക് നല്ല തിക്കായിട്ടിരിക്കും. ഒരു 4 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് സോക്ക് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ രാത്രി ഒരു 10 മണിക്കിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 7 AM സംഗതി എടുക്കുന്നത്. പിന്നെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ടോപ്പിങ്സ് ആയിട്ട് കഴിക്കാം. അതാണ് പരിപാടി. വയറ് വേഗം ഫുള്ളാവും. എൻ്റെ കയ്യിൽ കുറച്ച് അധികം ദിവസമായി വാങ്ങി വെച്ച പാഷൻ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അത് ഇനി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കളയാനേ പറ്റുള്ളൂ. കണ്ടില്ലേ, ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ടോപ്പിങ്സിൽ എന്തായാലും ഒരു ഫ്രൂട്ട് അതാണെന്ന് ഉറപ്പിച്ചു. എനിക്ക് ചില സാധനങ്ങൾ ചുമ്മാ കണ്ട അങ്ങനെ വാങ്ങാൻ തോന്നും. കമ്പൽസീവ് ബൈങ്ങെന്നോ ഇമ്പൾസീവ് ബൈങ്ങെന്നോ അങ്ങനെ എന്തോ ഒരു വാക്ക് അതിനുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടാ. അങ്ങനെ വാങ്ങി വെച്ച പാഷൻ ഫ്രൂട്ട്സാണ് ഞാൻ ഇപ്പം അരിഞ്ഞ് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തുകൊണ്ടിരിക്കണത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മൊത്തം ഒരു 3 പാഷൻ ഫ്രൂട്ട്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇനിയൊരു 2 കൂടി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു റെസിപ്പി ഒപ്പിക്കണം. സംഗതി ചിലവായി പോകണമല്ലോ, കാശ് കൊടുത്ത് വാങ്ങി വെച്ചതല്ലേ. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്ന 2 ഞാലിപ്പൂവൻ കട്ട് ചെയ്തിട്ടാണ്. ഒപ്പം കുറച്ച് മാതള നാരങ്ങയും. ഈ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ആഡ് ആക്കാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ ഈ പഴമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കുനൂനാന്നോ വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയാ വെച്ചാൽ അറിയാം. ഞാൻ എൻ്റെ എളുപ്പത്തിന് വട്ടത്തിലരിഞ്ഞു. കുറച്ച് മാതള നാരങ്ങ ഇട്ടു. പിന്നെ നേരത്തെ സ്കൂപ്പ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ താരം പാഷൻ ഫ്രൂട്ടിനെ ആഡ് ആക്കി. ഈ പാഷൻ ഫ്രൂട്ട് ആഡ് ആക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാഷൻ ഫ്രൂട്ടിന് ഇത്തിരി പുളി കൂടുതലാണ്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ തേന് ചേർക്കാമെന്ന് കരുതി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തേനും കൂടെ ഈ പഴം ചേർത്ത ശേഷം ഞാൻ ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ച് വാൾനട്ട് ക്രഷ് ആക്കിയതും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് പിന്നെ നട്ട്സായിട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ വാൾനട്ടാണ് ആഡ് ചെയ്തത്. സംഗതി അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഗിവ് എ ലൈക്ക്.